ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിനെയാണ്. രാജലക്ഷ്മിയുടെ ഒച്ചയൊക്കെ പോയി ആളാകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രനോട് വന്നപ്പോൾ കാര്യം ഇങ്ങനെ പറയുകയാണ്, പ്രേതം വന്നു തലക്കടിച്ചു എന്ന്. അപ്പോൾ ഇന്ദ്രന് ആദ്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഒന്ന് പാറു പറഞ്ഞു, ഏതോ പ്രേതം വന്ന് തലക്കടിച്ചു എന്നാണ് പറയണത്. എന്താ കുട്ടി താനീ പറയണത് എന്ന് ചോദിച്ചു. താന് ഇത് ഏത് നൂറ്റാണ്ടാന്ന് തനിക്കറിയില്ലേ? പ്രേതം പോലും. ശരിയാ ഏട്ടാ, അങ്ങനെയാ, ആരാണ്ട് അമ്മയുടെ തലക്കടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വേഗം വിഷുവും പറയാണ് കേട്ടോ. സത്യമായ കാര്യമാ എന്ന് പറഞ്ഞു. എന്തോ സത്യമുണ്ട്. ദേ, മുമ്പൊക്കെ തറവാട്ടിലെ അച്ചമ്മ മരിച്ചതിൽ പിന്നെ ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഫൂളിഷ്. ചുമ്മാതല്ല, എന്നെ ഉപദേശിക്കുന്നവരെ അച്ചമ്മ വന്ന് ഇരുട്ടടി അടിച്ചിട്ടുണ്ട്. എങ്കിൽ ആ പ്രേതത്തോട് വന്ന എന്നെ ഒന്ന് ഇരുട്ടടി അടിക്കാൻ പറ. വേണ്ട എന്ന് രാജലക്ഷ്മി ഇങ്ങനെ ആക്ഷൻ കാണിക്കാൻ കേട്ടോ. അമ്മ ചുമ്മായിരുന്നേ. എന്നാൽ പിന്നെ നിൻ്റെ അച്ചമ്മ ഭൂതത്തോട് വരാൻ പറ, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പം പാറു ഇങ്ങനെ ആലോചിച്ചു. എടാ ഇന്ദ്ര, നിനക്കിട്ട് ഞാൻ വച്ചിട്ടുണ്ട് എന്താ എന്ന് ചോദിച്ചോ. അതെ, വെറുതെ വെല്ലുവിളിക്കണ്ട, അച്ചമ്മ ഉറപ്പായിട്ട് വരൂ കേട്ടോ എന്ന് പാറു. അതെ ഇന്ദ്ര, വേണ്ട എന്ന് വേഗം തന്നെ രാജലക്ഷ്മി ചുമ്മാര്യമേ എന്ന് പറഞ്ഞു. എങ്കിൽ നീ കേട്ടോ, ദേ എന്നാ നിൻ്റെ അച്ചമ്മ എന്നെ ഞാൻ വെല്ലുവിളിക്കാം. ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വരാൻ പറ, എന്നാ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അയ്യോ എന്താ ഇവൻ എന്നിങ്ങനെ ചോദിച്ചു രാജലക്ഷ്മി. വിശ്വം മിണ്ടാതെ നിൽക്കുക. ദേ, ഇറ്റ്സ് എ ചാലഞ്ച്. ഏത് പൂത ബ്ലഡി ഗോസ്റ്റ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇല്ലമ്മേ, വരട്ടെന്നേ, ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. ഏതത്തെയും പൂട്ടാനായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഭയങ്കര തള്ളക്ക തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറു തീരുമാനിച്ചു ഇന്നത്തെ ഗോസ്റ്റ് നമ്മുടെ ഇന്ദ്രൻ്റെ അടുത്ത് തന്നെ ചെല്ലാം എന്നുള്ളത്. പിന്നെ കാണുന്നത് നമ്മുടെ ഒരു ക്ഷേത്രത്തിലാണ്. അപ്പോൾ വേണ്ട പല്ലവിയും സേതുവും കൂടി തുലാഭാരം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ സേതു നല്ല നേരിയതൊക്കെ ഉടുത്ത് എന്താ പറയുക, തോളയിലൊക്കെ ഒരു നേരിയതൊക്കെ ഇട്ട് ആളിങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ പല്ലവിയുടെ കണ്ണൊന്ന് തെറ്റി. എന്താ പറയുക, അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പല്ലവി. ഇപ്പം സേതുവേട്ടനെ കണ്ടാലേ ശരിക്കും സാക്ഷാൽ മുരുകഭവാൻ അല്ലെങ്കിൽ എന്താ പറയുക, ശരിക്കും ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം ഞാനൊരു മുണ്ടും നേരിയത് കിട്ടപ്പോൾ സാക്ഷാൽ ഭഗവാനായി. എന്നാൽ പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അതെ, വേറെ ഒന്നും ചിന്തിക്കണ്ട. തുലാഭാരം നല്ല ഹാപ്പിയോടും ഭക്തിയോടും ചെയ്യേണ്ട കാര്യമാണ്. തമാശ അല്ല കേട്ടോ. പഞ്ചസാര കൊണ്ട് തന്നെ തുലാഭാരം നടത്തണം എന്നാ തിരുമേനി പറഞ്ഞത്. എന്തിനാണെന്നറിയോ? ഇല്ല, ഇനി മുൻപോട്ടുള്ള ജീവിതം നല്ല മധുരമുള്ളതാവണം, ഐക്യമുള്ളതാവണം. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ടുപേരും അല്ലേ ജീവിക്കാൻ പോണത്. അത് സ്വാഭാവികമായിട്ടും മധുരമുള്ളതും ഐക്യമുള്ളതും ഒക്കെ ആയിരിക്കും. നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയല്ലേ. മനുഷ്യൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ഈശ്വരാനുഗ്രഹം. അതിന് നമ്മളെ തന്നെ ഈശ്വരനെ മുഴുവനായി സമർപ്പിക്കണം. ആ സമർപ്പണമാണ് തുലാഭാരം കേട്ടോ. ശരി, എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ദേവിനെ തൊഴുത് ചീട്ടൊക്കെ എഴുതിച്ചു. എന്നിട്ട് നേരെ തുലാഭാരത്തിനായിട്ട് പോവാണ്. പല്ലവി ഇതേണ്ട പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തുകയാണ്. ചാക്കിങ്ങനെ കോരി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനനുസരിച്ച് സേതുവിൻ്റെ ചിരിയും. എന്നിട്ട് സേതുവിനെയൊക്കെ ദേവി അനുഗ്രഹിച്ചു. ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല്ലവി ഫോൺ പയ്യെ കട്ട് ചെയ്തു. എന്നിട്ട് ദേവിയുടെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇവർ രണ്ടുപേരുടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഹലോ എന്ന് വിളിച്ചു കേട്ടോ പല്ലവി. അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് വീണ്ടും വിളിച്ചുകൊണ്ട്, ഹലോ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? പല്ലവി അല്ലേ? അതെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് തനിച്ച് മാറി നിൽക്കുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ സേതു ചോദിച്ചു, എന്താ? ഒരു കോള്, ഞാൻ സംസാരിക്കുമ്പോഴേക്കും ഡ്രസ്സ് മാറ്റിയിട്ട് വരാമോ? നമുക്ക് പോണ്ടേ? ശരി എന്ന് പറഞ്ഞ് സേതു ഡ്രസ്സ് മാറ്റാനായിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അപ്പം പല്ലവി അവരോട് സംസാരിക്കുകയാണ്. മറ്റാരുമല്ല, ഇന്ദ്രനാണ് വിളിക്കുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. അതെ, ഞാൻ പൊന്നുമടത്തിൻ്റെ ഒരു വെൽവിഷറാണ്. എന്താ, നിങ്ങൾ ആരാണെന്ന് പറയണം. എന്താ പേര്? ഒരു പേരിൽ ഇപ്പം എന്തിരിക്കുന്നു കുട്ടി? അതെ, പറയാൻ പോകുന്ന മാറ്ററല്ലേ പ്രധാനം. വിളിക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റിയും പ്രധാനമല്ലേ. ആരാണെന്ന് വെളിപ്പെടാത്ത ആൾ പറയുന്ന മാറ്ററിന് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? ഞാൻ ഈ പറയാൻ പോകുന്നത് 101% സത്യമാണ്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ താങ്കൾക്കത് ബോധ്യമാകുന്നതേ ഉള്ളൂ. ശരി, കാര്യം എന്താണെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതെ,
പൊന്നുമടത്തിൽ ഋതിക എന്നുള്ളൊരു പെൺകുട്ടി ഒരു യുവാവുമായി പ്രണയത്തിലാണ്. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചത്? അക്കാര്യം അവൾ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. അതെ, വെറുതെ ചുമ ആണും പെണ്ണുമായി സ്നേഹത്തിലെന്ന് മനസ്സിലാക്കിയ അവരെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്നതാണോ? അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. എൻ്റെ പൊന്നോ, തോക്കി കയറി വെടിവെച്ച് കോളവാക്കല്ലേ എൻ്റെ കിടാവേ. ഋതിക സ്നേഹിക്കുന്നത് ആരെയാണെന്നറിയോ? ആ, അറിയാം, ജിത്ത് എന്ന ചെറുപ്പക്കാരനെ. ആ അതെ, ഈ ജിത്ത് ഒരു കൊടും ക്രിമിനൽ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പല്ലവി ആകെ ഞെട്ടിപ്പോയി കേട്ടോ. അതെ, അറിയില്ലല്ലേ? ദേ, അനാവശ്യം പറയരുത്. ഒരിക്കലും ഋതിക അങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. എങ്കിലേ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. നിങ്ങൾ ആരാണെന്നെങ്കിലും പറയൂ. ഞാൻ പറഞ്ഞൂലോ, ഒരു വെൽവിഷർ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു, നമ്മുടെ ഇന്ദ്രൻ. അപ്പം പല്ലവി ആകെ ടെൻഷനായി കേട്ടോ. പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി. എൻ്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും? അപ്പോൾ നേരെ ഭഗവാന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭഗവാനെ, പരീക്ഷിക്കരുതേ, ഒരിക്കലും പരീക്ഷിക്കരുതേ. ഫോണിലും സംസാരിച്ച ആൾ പറഞ്ഞതൊക്കെ കള്ളവാവണേ. ഇനിയും ഒരു ഋതുവിന് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം അത് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സേതു വന്ന് പതുക്കെ തൊട്ടുവിട്ടോ. എന്താ താൻ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അല്ല, സേതുവേട്ടൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി തൊഴാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. എന്താടോ, സത്യം പറയടോ എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം? തൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുകയാണല്ലോ, ആകെ പേടിച്ചതുപോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല സേതുവേട്ട എന്ന് പറഞ്ഞ് സേതുവിനെ കൂട്ടിക്കൊണ്ട് വേഗം തന്നെ പല്ലവി അവിടുന്ന് പോവുകയാണ്. പല്ലവി ഋതുവിനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് കേട്ടോ. അല്ല, എന്താ ഇത്ര രാത്രി തന്നെ ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞത്? വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. വീട്ടിൽ വെച്ചാണെങ്കിൽ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, എല്ലാവരും ഉണ്ടല്ലോ. അതെന്താ? എല്ലാവരും കേട്ടാൽ പ്രശ്നമാവുന്ന വിഷയം സേതുവേട്ടൻ പോലെ ഒഴിവാക്കിയിട്ടുണ്ടാണല്ലോ. അതെ, സേതുവേട്ടനെ ഞാൻ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മിണ്ടാതെ നിന്നു കേട്ടോ ഋതു എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. എന്താ പല്ലവി, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്? പറയാം. അല്ല, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പം നീ ഒരാളെ സ്നേഹിക്കുന്നില്ലേ? ആരാണ് അയാൾ? ഞാൻ പറഞ്ഞല്ലോ. അതെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം എന്ന് ചോദിച്ചു. ജിത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഒരു പേര് അല്ല, എന്താ ഇൻഷിൽ എന്ന് ചോദിച്ചു. ആ സത്യം പറഞ്ഞാൽ എനിക്കും അതറിയില്ല എന്ന് പറഞ്ഞു ഋതു. ഓഹോ, അല്ല, എന്തൊക്കെയാണ് നിനക്ക് അയാളെക്കുറിച്ച് അറിയാവുന്നത്? അത് പറ. അങ്ങനെ ഒരു ചോദിച്ചാൽ ബേസിക്കലി പുള്ളി ഒരു ബിസിനസ്മാൻ ആണെന്നറിയാം. പിന്നെ അത് മാത്രമല്ല, മിക്കവാറും സമയവും തിരക്കിലായിരിക്കും. പിന്നെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, നല്ല കെയറിങ് ആള്, നമ്മളോട് ബഹുമാനത്തോട് മാത്രമേ സംസാരിക്കൂ, വളരെ ഇൻറ്റേൺഷിപ്പാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ആകെ അപ്സെറ്റായി കേട്ടോ പല്ലവി. ഋതു ഈ പറഞ്ഞ സ്വഭാവമൊന്നും അല്ല ആ പറഞ്ഞ ആൾക്ക്. ഇതാരോ എന്നെ വട്ടാക്ക ചെയ്തതായിരിക്കും. എന്താ പല്ലവി ആലോചിക്കുന്നത്? എന്നാലും പല്ലവി പിന്നെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് ഇവള് സ്നേഹിക്കുന്ന ജെന്റിൽമാൻ അയാൾ ക്രിമിനൽ ആണെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഋതുവിന് ഇൻസൾട്ടാവും. വേണ്ട പല്ലവി, എന്താ എന്നിങ്ങനെ ചോദിച്ചു. ഇതെന്താ, നേരെ കണ്ണു തുറന്നു വെച്ച് സ്വപ്നം കാണാണോ? അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് കാണണം. ആരെ? എന്ത് എന്ന് ചോദിച്ചു. ജിത്തിനെ. അതെന്തിനാ എന്ന് ചോദിച്ചോ. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ, നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ, അതിന് ഞാനൊരു കുറച്ചുകൂടി ഗൗരവത്തിൽ ഒന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു പല്ലവി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. അറ്റ്ലീസ്റ്റ് എനിക്ക് ജിത്ത് കണ്ട് ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇനിയും താമസിച്ചുകൂടാ, ഇന്ന് തന്നെ കാണണം. ഇന്നോ? ഇന്നിനി എപ്പോഴാണ്? ഈ രാത്രിയിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സംസാരിച്ചിട്ട് നാളെ എപ്പോഴെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫോൺ എടുത്ത് ജിത്തിനോട് സംസാരിച്ച് ടൈം ഫിക്സ് ചെയ്യാണ് കേട്ടോ. അതെ പല്ലവി, ഫിക്സ് ചെയ്തിട്ട് നാളെ വൈകിട്ട് തന്നെ കാണാമെന്ന് ജിത്ത് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 5:30 മുമ്പ് ആകുമ്പോൾ. അല്ല, എന്താ നീ പറഞ്ഞത്? പല്ലവിക്ക് കാണണമെന്ന്. അപ്പോൾ എന്നെ അറിയുമോ ജിത്തിന്? പിന്നെ പല്ലവിയെ മാത്രമല്ല എല്ലാവരെയും അറിയാം എന്ന് പറഞ്ഞു. എന്നാലും പല്ലവിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ആരായിരിക്കും ഈ ജിത്ത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്.
കുറുപ്പിനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് പൂർണിമ. അപ്പോൾ പൂർണിമയോട് ഇങ്ങനെ പറയാണ്, അല്ല പൂർണിമ ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനായി. ആ അത്യാവശ്യം എന്തെങ്കിലും കാര്യമാണോ? അത്യാവശ്യം തന്നെയാ എന്ന് പറഞ്ഞു. നാഥനില്ലാത്ത കളരി പോലെ കിടക്കുക പൂർണിമ ടെക്സ്റ്റൈൽസ്. അപ്പോൾ സേതുവും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറുപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു തീരുമാനം അടിയന്തരമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് കുറുപ്പേട്ട. എനിക്ക് മനസ്സിലായി. ആ ടെക്സ്റ്റൈൽസിൻ്റെ മേൽനോട്ടം ആരെങ്കിലും ഏൽപ്പിക്കണം. അതെ, അത് തന്നെ. ആരെങ്കിലും പോരമ്മാവാ, വെറുതെ ആരെങ്കിലും അല്ല, ഉത്തരവാദിത്തപ്പെട്ട അർഹതയുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം അല്ലേ എന്ന് ചോദിച്ചു സേതു. അതെ, പക്ഷേ അങ്ങനെ ഇപ്പോൾ ആരാ ഉള്ളത്? അങ്ങനെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, ആ കുറുപ്പ് ഇങ്ങനെ ഒരു കള്ള ലക്ഷണമുണ്ട് കേട്ടോ ഇയാൾക്ക്. ഇയാൾ മൊത്തത്തിലൊരു ഒരു ദുരൂഹതയാണ്. എന്താ കുറുപ്പേട്ടൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, സഹായിക്കാനാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ സേതു വേഗം, അതെ, പല കാര്യങ്ങളും കുറുപ്പമ്മാവൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നല്ലേ അങ്ങനെ ചോദിച്ചാ എന്ന് പറഞ്ഞു. അപ്പോൾ കുറുപ്പ് ഒന്ന് പതുങ്ങി കേട്ടോ. ഈ സമയത്താണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ദേ ആളെത്തിയല്ലോ എന്ന് പൂർണിമ. കുറുപ്പമ്മാവൻ എപ്പോഴാണ് വന്നേ എന്നിങ്ങനെ ചോദിച്ചു. തന്നെ എത്ര നേരമായി കുട്ടി വിളിച്ചിട്ട്? ഞാൻ കുളിക്കായിരുന്നു അമ്മേ എന്ന് പറഞ്ഞു. അച്ഛോ, ദേ കുറുപ്പമ്മാവനെ വെറുതെ വിളിച്ചു വരുത്തിയതല്ല കേട്ടോ. പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുമതല കുറുപ്പങ്കളിനെ ഏൽപ്പിക്കാനായിരിക്കും അല്ലേ? കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. അതിനല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞു പൂർണിമ. അപ്പം കുറുപ്പിനൊരടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. കുറുപ്പ് അതാണ് പ്രതീക്ഷിച്ചത്. ഈ പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ പൂർണ്ണമായ ചുമതലയും ഉത്തരവാദിത്വം നിന്നെ അച്ചു ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതോടെ കുറുപ്പ് പെട്ടു. കുറുപ്പിങ്ങനെ പല്ലൊക്കെ കടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നെയോ എന്ന് ചോദിച്ചു. അതെ, നിന്നെ തന്നെ. അതിനെന്താ, എല്ലാ സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ കുറുപ്പിനൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ കുറുപ്പമ്മാവനും ഒഴിവ് സമാനം നിന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് ചോദിക്കാനാ അമ്മാവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഏട്ടൻ നിൽക്കില്ലേ അച്ചുവിൻ്റെ ഒപ്പം? പിന്നെന്താ, അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അച്ചു പെട്ടുപോയി കേട്ടോ. അച്ചു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ കുറുപ്പിന് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അമ്മേ, ഞാൻ സേതുവേട്ട, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, അതിന് ഒറ്റയ്ക്കല്ലല്ലോ. കുറുപ്പമ്മാവനില്ലേ, പിന്നെ ഹരിയില്ലേ, അത് പോരാഞ്ഞിട്ട് ഞങ്ങളുമില്ലേ ടെക്സ്റ്റൈൽസിലുള്ളപ്പോൾ. അവനും വേറെ ഒന്നും നോക്കണ്ടല്ലോ. ടെക്സ്റ്റൈൽസിൽ നിന്നെ സഹായിച്ചാൽ മാത്രം പോരെ? അത് തന്നെ വലിയ കാര്യമല്ലേ? ഒന്നും ആലോചിക്കണ്ട, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ അമ്മാവാ? എന്നൊരു മറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറുപ്പിന്. കുറുപ്പ് ആകെ പ്രതീക്ഷിച്ചിരുന്നത് നാഥനില്ലാതെ വരുമ്പോൾ തൻ്റെ കയ്യിലേക്ക് എല്ലാം വന്നെത്തും എന്നായിരുന്നു. പക്ഷേ കുറുപ്പിൻ്റെ കണക്കൂടലെല്ലാം തെറ്റി. ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഹരിയോട് ഇങ്ങനെ പറയാണ്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് നന്താളിപ്പായിരുന്നു. ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ട് എന്നല്ലാതെ പലപ്പോഴും അവിടുത്തെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. എന്നാലും അല്ല, അവിടുത്തെ എന്ത് ജോലിയാണ് താൻ ചെയ്തിട്ടുള്ളത്? തുണി മഴക്കുന്നത് പോലെ സ്റ്റോക്ക് എടുക്കുന്നത് വരെ, ബില്ലടച്ച് ക്യാഷ് എടുക്കുന്നത് വരെ, ഓഫീസ് ക്ലീൻ ചെയ്യുന്നത് വരെ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജോലികളും ഒരുമിച്ചല്ല കേട്ടോ, പല സാഹചര്യങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു? ഞാനൊന്നും വിചാരിച്ചില്ല എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞ ശ്രീഹരി. പക്ഷേ ഉണ്ടല്ലോ ഹരി, എല്ലാ ഉത്തരവാദിത്വവും കൂടി എൻ്റെ തലയിലേക്ക് എടുത്തു വെച്ച് തരിക എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വെപ്രാളം പോലെ എനിക്ക് തോന്നിയത്. ഹരി എന്താ കുളിക്കാൻ പോകണം? പിന്നല്ലാതെ പൂടിയടിച്ച് നിൽക്കായിരുന്നില്ലേ? ഒരു ചൊറിച്ചിൽ പോലെ. ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് പോ. ഞാൻ കേട്ടല്ലോ. പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ ചുമതല തന്നെ ഏൽപ്പിച്ചു. സഹായത്തിന് കുറുപ്പമ്മാനുണ്ടാവും. പക്ഷേ ഓർത്തിട്ട് വെപ്രാളം, അത്രയല്ലേ ഉള്ളൂ? അത്രയല്ല, ഹരിയും കൂടണം എൻ്റെ കൂടെ. അതിന് ഞാൻ തൻ്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. A to Z കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കണം. നമുക്ക് രണ്ടുപേരും കൂടെ ഒത്തുപിടിച്ചാൽ ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ ടെക്സ്റ്റൈൽസ് ബിസിനസ്. അതെങ്ങനെ ശരിയാവും? എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം എനിക്കും നോക്കണ്ടേ? ഒരു ടെക്സ്റ്റൈൽസ് നോക്കുന്നതാണോ അതോ നൈറ്റി കച്ചവടം നടത്തുന്നതാണോ അന്തസ്? എനിക്ക് എൻ്റെ സ്വന്തം ബിസിനസ് നടത്തുന്നത് തന്നെ അന്തസ്. ഇതും ഹരിയുടെ തന്നെ ഒന്ന് സ്ഥാപനമായിട്ട് കണക്കാക്കിയാൽ പോരെ? അച്ചു, സത്യം അതല്ലല്ലോ. അല്ലെങ്കിലും ഏത് മേഖല ഏൽപ്പിച്ചെന്നാലും മാധവനായിട്ട് പൂട്ടാൻ ഞാൻ തയ്യാറല്ല. അതിനി എന്ത് കിട്ടാനാ?
അതിൽ നിന്ന് എത്രയോ മടങ്ങ് ലാഭമാണ് പൂർണിമ ടെക്സ്റ്റൈൽസ് നോക്കി നടത്തിയാൽ കിട്ടുക. എൻ്റെ ബിസിനസ് കൊച്ചായി കാണണ്ട. വാശി കയറിയാലേ ചിലപ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസിനെ വലിയ സ്ഥാപനമാക്കി ഞാൻ മാറ്റും. അത്രയ്ക്കായോ അഹങ്കാരം? ഇത് അഹങ്കാരമല്ല, എൻ്റെ ആത്മവിശ്വാസമാണ്. ശരി, എങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം. നോക്കിക്കോ, പൂർണിമ ടെക്സ്റ്റൈൽസിനേക്കാൾ വലിയൊരു സ്ഥാപനമായിട്ട് ഹരിയുടെ ബിസിനസ്സിനെ ഒന്ന് മാറ്റി കാണിക്കുക. അങ്ങനെ കാണിച്ചാൽ ബെറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഹരി ഇങ്ങനെ നിൽക്കണം. ബെറ്റ് എന്താന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ശരി, ബെറ്റ്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമായിരിക്കില്ല, നമ്മൾ രണ്ടുപേരും മത്സരിക്കുന്ന 2 ബിസിനസ്സുകാർ കൂടിയായിരിക്കും. കാണാം എന്ന് പറഞ്ഞ് 2 പേരും വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഹരിയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹരിയും. എന്നിട്ട് ഇവർ 2 പേരുടെ പോട്ട് വയ്ക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.